അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി നോക്കുക, ആക്സിലറേഷൻ. The equation of acceleration is velocity by time. വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഇപ്പൊ എഴുതി വെച്ചതല്ലേ, എന്തായിരുന്നു? L t raised to minus 1 divided by time. നമുക്ക് വരുന്ന ഇക്വേഷൻ എന്താ നോക്കിക്കോളൂ. L t raised to minus 1 ഓൾറെഡി അവിടെ ഉണ്ട്. അതിന്റെ കൂടെ ഡിനോമിനേറ്ററിലുള്ള ടി മുകളിലേക്ക് വരുമ്പോ പവർ -1. എത്ര ആളായി നോക്കൂ. L into t raised to -1 into t raised to -1 x into x square ആണ്. എങ്ങനെ കിട്ടുന്നത്? x ഘാതം 1 into x ഘാതം 1. ഘാതങ്ങൾ തമ്മിൽ കൂട്ടിയിട്ടു 1 കൂട്ടണം 1 x അതുപോലെ എഴുതി x സ്ക്വയർ. അങ്ങനെയെങ്കിൽ L t raised to -1 into t raised to -1 -1 കൂട്ടണം -1 -2. അതുകൊണ്ട് ആക്സിലറേഷന്റെ ഡയമെൻഷൻ വരിക L t raised to -2 ആയിരിക്കും. L t raised to -2. ഓക്കെ ആണല്ലോ. അടുത്ത ആള് ഫോഴ്സ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസിന്റെ ഡയമെൻഷൻ എന്താ? ക്യാപിറ്റൽ M inside square bracket. Acceleration, acceleration L t raised to -2. So it is L t raised to -2. എല്ലാം കൂടി ഒരുമിച്ച് എഴുതിയാലോ? The dimension of force is M L t raised to -2. This is the dimensional formula of force. What is the dimension of force? ml t raised to -2. Dimension of force is in standard format. Dimension of force is 1 in mass, 1 in length and -2 in time. അങ്ങനെയും പറയാട്ടാ, നമ്മൾ അങ്ങനെയും പറയാന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി നോക്കാം, മൊമെന്റം. മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാ. മാസ് ഇൻറ്റു വെലോസിറ്റി ആയതുകൊണ്ട് മാസിന്റെ ഡയമെൻഷൻ ആദ്യം എഴുതി m. വെലോസിറ്റിയുടെ ഡയമെൻഷൻ L t raised to -1. ഒരുമിച്ച് എഴുതണ്ടേ? എഴുതിയാൽ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ M L t raised to -1. ഓക്കെ അല്ലോ. സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നു. ഡയമെൻഷണൽ ഫോർമുല ഓഫ് മൊമെന്റം ഈസ് ml t raised to -1. നെക്സ്റ്റ് വൺ ഈസ് വർക്ക്. വർക്കിന്റെ സമവാക്യം ഇതാണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. എഫ് ഡോട്ട് ആണ് വരേണ്ടത്, തൽക്കാലം ഞാൻ ഇൻറ്റു ഇട്ട് തരുന്നു. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഡയമെൻഷൻ ആകെ എടുക്കുന്നു M L t raised to -2. നേരത്തെ എഴുതി വെച്ചതാ. ഡിസ്പ്ലേസ്മെന്റ് ആദ്യം എഴുതി വെച്ച ആളാണ്. ഡിസ്പ്ലേസ്മെന്റ് നീളമാണ്, ഡയമെൻഷൻ L. ഒരുമിച്ച് എഴുതണ്ടേ? ഒരുമിച്ച് എഴുതുമ്പോ ആദ്യം M എഴുതും, ഒരു L ഇവിടെ ഉണ്ട്, ഒരു L ഇവിടെ ഉണ്ട്. L into L, L square. So it is M L square t raised to -2. This is the dimensional formula of work. ഒരാളും കൂടി നോക്കുക, റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ആപേക്ഷികമായിട്ടുള്ളത് എന്നാണ്. ഡെൻസിറ്റികൾ തമ്മിൽ താരതമ്യം ചെയ്ത് പറയണം. ഒരു ഡെൻസിറ്റിയെ വേറൊരു ഡെൻസിറ്റി കൊണ്ടായിരിക്കുകയാണ്, ഒരു ഡെൻസിറ്റിയെ വേറെ ഡെൻസിറ്റി കൊണ്ടുവരിക്കുന്നു, ഒരു ഡയമെൻഷനെ അതേ ഡയമെൻഷൻ കൊണ്ടായിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഡെൻസിറ്റി ഓഫ് ഓബ്ജെക്ട് അത് ഡെൻസിറ്റി ആണ്, അതുകൊണ്ട് ഡയമെൻഷൻ എന്ത് വരൂ? M L ഘാതം -3 divided by again density of water. എന്തിന്റെ ഒന്നുമില്ല, ഡെൻസിറ്റി ആണത് നമ്മളെ സംബന്ധിച്ച്. അതുകൊണ്ട് ഡയമെൻഷൻ വീണ്ടും വരുന്ന എന്തിനെയാണ്? M L raised to -3. M L raised to -3 divided by M L raised to -3, you get an answer of 1. That means relative density have no dimension. Relative density എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ഇയാൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. റിലേറ്റീവ് ഡെൻസിറ്റി ഡയമെൻഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഉണ്ട് എന്നതിന് നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ഒരാൾ കൂടിയാണ് റിലേറ്റീവ് ഡെൻസിറ്റി. അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി നോക്കുക, പവർ.
പവറിന്റെ ഇക്വേഷൻ വർക്ക് ബൈ ടൈം ആണ്. ഈ സമവാക്യങ്ങളൊന്നും നിങ്ങൾ ഇപ്പോൾ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് അറിയാവുന്ന അവസ്ഥയിലേക്ക് എത്തും. മനസ്സിലായല്ലോ? ഇപ്പൊ നിങ്ങൾ ഡയമെൻഷനിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. എങ്ങനെ ഡയമെൻഷൻ എഴുതാം? വർക്ക് ബൈ ടൈം ആണ്. വർക്കിന്റെ ഡയമെൻഷൻ ഇപ്പൊ എഴുതി വെച്ചിട്ടേ ഉള്ളൂ നമ്മള്. എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ ടൈം, capital T. So you get m l square t raised to minus 2 into ഡിനോമിനേറ്ററിലാണ് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം. പവർ -1 ആയി. ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല കേട്ടോ, നമുക്ക് അവസാനം അത് ഇടാം. ടി റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു -2. അപ്പൊ എന്ത് ചെയ്യണം? ഘാതങ്ങൾ തമ്മിൽ കൂട്ടണം. -2 കൂട്ടണം -1, അത് -3 ആണ്. സോ യു get the answer m l square t ഘാതം -3 is the dimension of power. The angular momentum. Angular momentum equation ഇതാണ്. ലീനിയർ മൊമെന്റം p into distance എന്നാണ്. ലീനിയർ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ ഇതാണ്. m l t raised to -1 into distance l. So it is m l square t raised to -1 inside square brackets. This is the dimension of angular momentum. Next one is impulse. ആവേഗം എന്ന് വിളിക്കും. Impulse, force into time. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? എം എൽ ടി റേസ് ടു -2 ഇൻറ്റു ടൈം, ക്യാപിറ്റൽ ടി. സോ യു ഗെറ്റ് ടി ഇവിടെ +1 ആയിട്ടാണ് പവർ, ടി ഇവിടെ -2 ആയിട്ടാണ് പവർ. -2 കൂട്ടണം +1, എത്ര വരിക? -1 ആണ് വരിക. സോ യു ഗെറ്റ് ദ ഡയമെൻഷൻ ആസ് എം എൽ t raised to -1. ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ആണ്? ഇമ്പൾസ്. വേറൊരാൾക്ക് mlt raised to -1 ഉണ്ടല്ലോ, ഇത് എവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു? ലീനിയർ മൊമെന്റത്തിന്. അപ്പൊ രണ്ടു പേർക്ക് ഒരേ ഡയമെൻഷൻ വരുന്നു. ഈ ടേബിൾ നമ്മൾ എഴുതി പോകുമ്പോ കുറെ പേർക്ക് ഇങ്ങനെ ഒരേ ഡയമെൻഷൻ വരുന്നതുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് പ്രഷർ, ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിന്റെ ഡയമെൻഷൻ എം എൽ t raised to -2 divided by area l square. മാറ്റി എഴുതുമ്പോ സ്ക്വയർ ബ്രാക്കറ്റ് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു, സ്ഥലം പരിമിതി മൂലമാണ്. ml t raised to -2 ഇൻറ്റു ഇയാളെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നു. പവർ ഇപ്പൊ പ്ലസ് ആണ്, മേലേക്ക് കൊണ്ടുവരുമ്പോ എന്ത് വരും? മൈനസ്. സോ ഇറ്റ് ഈസ് l ഘാതം -2. ഒരുമിച്ച് എഴുതണ്ടേ? അപ്പൊ ഇവിടെ ഒരു L പവർ 1 ഉണ്ട്, ഒരു L പവർ -2 ഉണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് എഴുതിയാൽ 1 കൂട്ടണം -2, -1 ആണ് ഉത്തരം വരിക. സോ യു ഗെറ്റ് ഇറ്റ്സ് ഡയമെൻഷൻ ഈസ് m l raised to -1 t raised to -2. ശ്രദ്ധിക്കുക, ചെറുതാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്, ശ്രദ്ധിച്ചോളാം. m l raised to -1 t raised to -2 is the dimension of pressure. Okay അല്ലോ. നെക്സ്റ്റ് വൺ ഈസ് ആംഗിൾ. ഇയാൾ ശ്രദ്ധിക്കേണ്ട ആളാണ് കേട്ടോ. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ആർക്ക് ലെങ്ത്, വളഞ്ഞ ആ ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു സർക്കിളിന്റെ ഒരു സെക്ഷൻ എടുത്താൽ അതിന് വിളിക്കുന്ന പേരാണ് ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്ത് ആയതുകൊണ്ട്, നീളമായതുകൊണ്ട് ഡയമെൻഷൻ എന്താവും? എൽ ഡിവൈഡഡ് ബൈ, സ്ക്വയർ ബ്രാക്കറ്റ് ഒഴിവാക്കിയിരിക്കണം, വീണ്ടും പറയണം, റേഡിയസ്. നീളമാണ്, സ്കെയിൽ വെച്ച് അളക്കേണ്ട ആളാണ്. എൽ ബൈ L, you get 1. അപ്പൊ ആംഗിളിൽ എന്തില്ല? ഡയമെൻഷൻ ഇല്ല, ശ്രദ്ധിക്കാം. ആംഗുലാർ വെലോസിറ്റി എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇക്വേഷൻ ഇതാണ്. ആംഗിൾ ഡിവൈഡഡ് ബൈ ടൈം ആണ്. ആംഗിളിന് ഡയമെൻഷൻ ഇല്ല, സോ ഇറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ ടൈം, ക്യാപിറ്റൽ ടി. ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണ്ടേ? സോ യു ഗെറ്റ് t ഘാതം -1 സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ. This is the dimension of
ആംഗുലാർ വെലോസിറ്റി. ഓക്കെ ആണല്ലോ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം? എല്ലാം നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കണം, മറക്കരുത്. അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ആംഗുലാർ ആക്സിലറേഷൻ. ഇത്തിരി സ്പീഡിൽ പറഞ്ഞു പോവാണ് കേട്ടോ. ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സിലറേഷൻ. ആംഗുലാർ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം. ഒന്നുകൂടെ പറയാം. അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ആംഗുലാർ ആക്സിലറേഷൻ. ആംഗുലാർ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം. എന്തായിരുന്നു ആംഗുലാർ വെലോസിറ്റിയുടെ ഡയമെൻഷൻ? t⁻⁻1 divided by t. ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോ t⁻⁻1, ഇയാളെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോ again t⁻⁻1. -1 കൂട്ടണം -1, t ഘാതം -2. This is the dimension of angular acceleration. ഓക്കെ ആണല്ലോ? അടുത്തത് അടുത്ത ആള് നോക്കുക. ടോർക്ക്. ടോർക്ക് is equal to force into distance from the axis. Dimension of force is m/l t⁻⁻2 into distance l. So you get l into l square. m/l square t⁻⁻2. This is the dimension of torque. വേറെ ആർക്കോ ഈ ഡയമെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ശ്രദ്ധിച്ചോളൂ. നെക്സ്റ്റ് ഈസ് എനർജി. എനർജി പലതരത്തിലുണ്ട്. അതിൽ ഒരാളാണ് കൈനറ്റിക് എനർജി. ഇയാളെ പ്രത്യേകം ശ്രദ്ധിക്കുക. half mv². This is the equation of kinetic energy. half mv². Dimension of half mv². ആദ്യത്തെ ഹാഫ് എന്ന് പറയുന്ന ഒരു നമ്പർ ആണ്, 1/2. ഈ നമ്പറുകൾ വരുമ്പോ, കോൺസ്റ്റന്റ് വാല്യൂസ് വരുമ്പോ ഡയമെൻഷൻ അവിടെ ഒരു റോളും ഇല്ല, ഡയമെൻഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇക്വേഷൻസ് വരുമ്പോ കോൺസ്റ്റന്റുകൾ വന്നാൽ അവയെ ഇങ്ങോട്ട് മാറ്റിയിടണം. എന്നിട്ട് ബാക്കിയുള്ളതിനെ മാത്രമേ ഡയമെൻഷൻ പറയാൻ പറ്റൂ. ഡയമെൻഷന്റെ ഒരു ഡീമെറിറ്റ് കൂടിയാണത്. അങ്ങനെയാണെങ്കിൽ 1/2 ഒഴിവാക്കാം, ഇത് വേണ്ട. mv², where m is mass, dimension of mass is capital M. v², where v is velocity, velocity dimension എന്താ? l t⁻⁻1. അതിന് എന്തുണ്ട്? സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയർ ബ്രാക്കറ്റിന്റെ പുറത്താണ്. അതിന്റെ അർത്ഥം സ്ക്വയർ എല്ലിനും കൊടുക്കണം, t ഘാതം -1 കൊടുക്കണം. സോ യു ഗെറ്റ് m into, ഒരുമിച്ച് എഴുതാണ്, സ്ക്വയർ എല്ലിന് കൊടുത്താൽ l സ്ക്വയർ. അതേ സ്ക്വയർ t ഘാതം -1 കൊടുത്താൽ -1 ഗുണിക്കണം 2 -2. അവിടുത്തെ മാത്തമാറ്റിക്സ് തിരിച്ചറിയണം. പവർ വന്ന സംഖ്യ വന്ന് വീണ്ടും പവർ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് പവറുകൾ തമ്മിൽ ഗുണിച്ചിടണം. അപ്പൊ ഇവിടത്തെ പവർ എത്രയായിരുന്നു? -1. അതിന്റെ പവർ ആയിട്ട് എത്ര വന്നു? 2 വന്നു. അപ്പൊ റിസൾട്ടന്റ് പവർ എത്രയാ? -1 ഗുണിക്കണം 2 -2. അല്ലാതെ നെഗറ്റീവ് പവർ പോസിറ്റീവ് അങ്ങനെയല്ല എടുക്കേണ്ടത് കേട്ടോ. മാത്തമാറ്റിക്സ് ക്ലിയർ ചെയ്യാം. അതുകൊണ്ട് കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ എന്താണ്? ml² t⁻⁻2. നമുക്ക് തൊട്ട് മുന്നത്തെ ആൾക്ക് ഇത് തന്നെയാണ് ഡയമെൻഷൻ. ശ്രദ്ധിക്കുക, കുറെ ആളുകൾ അങ്ങനെയുണ്ട്. പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, mgh. m ഡയമെൻഷൻ ക്യാപിറ്റൽ M, സ്ക്വയർ ബ്രാക്കറ്റ്. ജിയുടെ പേരെന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂമിയുടെ ആകർഷണ ബലം മൂലമുള്ള ആക്സിലറേഷൻ. അപ്പൊ അത് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്താ? l t⁻⁻2. ഓക്കെ ആണല്ലോ? അടുത്ത h is ഹൈറ്റ്. ഹൈറ്റ് നീളമാണ്. നീളമാണെങ്കിൽ ഡയമെൻഷൻ എന്ത് വരും? l വരും. എല്ലാം കൂടി ഒരുമിച്ച് എഴുതിയാൽ യു ഗെറ്റ് ദ ആൻസർ m l into l square t⁻⁻2. ഓക്കെ ആണല്ലോ? ദിസ് ഈസ് ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് പൊട്ടൻഷ്യൽ എനർജി. സെയിം ആണ് കേട്ടോ, ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ഈസ് എഫിഷ്യൻസി, ക്ഷമത എന്ന് പറയും. ഔട്ട്പുട്ട് എനർജി ബൈ ഇൻപുട്ട് എനർജി, എനർജി ഡിവൈഡഡ് ബൈ എനർജി, അതാണ് അതിന്റെ ചുരുക്കം. എനർജിയുടെ ഡയമെൻഷൻ എന്താ? ml t⁻⁻2 divided by again ml², ml² t⁻⁻2. Same quantities are divided, same dimensions are divided, so you get the answer 1. No dimension. Next one is moment of inertia, mass into distance square എന്നാണ് അതിന്റെ ഇക്വേഷൻ. മാസിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ M, ബ്രാക്കറ്റിലൂടെ. ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ L, ഡിസ്റ്റൻസിന് സ്ക്വയർ ഉണ്ട്, അപ്പൊ അതിന് സ്ക്വയർ ഉണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് എഴുതിയാൽ ഇറ്റ് ഈസ് m
L square. This is the dimension of moment of inertia. Next is stress. Stress and equation is force by area. Dimension of force is M L T raised to minus 2 divided by area L square. ഒരു L വെട്ടിപ്പോയി വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡിലൂടെ കൊണ്ടുവരാം. ഏതായാലും കുഴപ്പമില്ല. നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡിലൂടെ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ L ഘാതം 1 ആണ്. മേലേക്ക് കൊണ്ടുവരുമ്പോ M L ഘാതം 1 T raised to minus 2 into ന്യൂമറേറ്ററിലേക്ക് വരുമ്പോ L ഘാതം minus 2. minus 2 കൂട്ടണ 1 minus 1. So you get the dimension M L ഘാതം minus 1 T ഘാതം minus 2. This is the dimension of stress. എവിടെയോ വേറൊരാൾക്കും ഇതേ ഡയമെൻഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒട്ടുമിക്ക ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെയും ഡയമെൻഷൻ. അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി നോക്കുക, സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്നാണ് പറയാം. എന്താണ് ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നീളം, വീതി, കനം. ഇതാണ് ഡയമെൻഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ആണ് ചേഞ്ച് ഇൻ നീളം എന്നുകൊണ്ട് ഉദ്ദേശിക്കാം. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ഏരിയ എടുത്താൽ ഒറിജിനൽ ഏരിയ, ചേഞ്ച് ഇൻ വോളിയം എടുത്താൽ ഒറിജിനൽ വോളിയം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ലെങ്ത്തിലാണ് എടുക്കുന്നതെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത്. അപ്പൊ ഡയമെൻഷൻ എന്ത് എഴുതാം? L ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ, ഒറിജിനൽ ലെങ്ത്, അവിടെ ലെങ്ത് തന്നെ. L ബൈ L എന്തായി? 1 ആണ്. അപ്പൊ ഏത് ഡയമെൻഷൻ ആണ് എടുക്കുന്നത് അതിനനുസരിച്ച് അതേ ഡയമെൻഷൻ താഴെയും വരും. അപ്പൊ സെയിം റേഷ്യോ വരുന്നു. ഇക്വേഷൻ എന്തായി മാറി? 1. നോ ഡയമെൻഷൻ. Then modulus of elasticity. Stress by strain. What is the dimension of stress? M L raised to minus 1 T raised to minus 2 divided by. What is the dimension of strain? Strain dimension illa 1 ആണ്. So you get dimension of modulus of elasticity is M L raised to minus 1 T raised to minus 2. Okay അല്ല. Then frequency. രണ്ട് ഇക്വേഷൻ ഉണ്ട്. Frequency is equal to 1 by time period അല്ലെങ്കിൽ 1 by time. ഇക്വേഷൻ വരിക 1 divided by capital T. That is T raised to minus 1. ആർക്കോ ഒരാൾക്ക് കണ്ടിട്ടുണ്ടോ തോന്നുന്നു? ശ്രദ്ധിച്ചോളൂ. Then frequency, another equation. F is equal to velocity by wavelength. Velocity dimension എന്താ? L T raised to minus 1 divided by wavelength. Wavelength, it is a length. So dimension is L. L get cancel. So you get T raised to minus 1. രണ്ട് രീതിയിലൂടെ വന്നാലും ഡയമെൻഷൻ എന്ത് തന്നെയാണ്? T ഘാതം minus 1 ആണ്. Then gravitational constant. ശ്രദ്ധിക്കേണ്ട ഒരാളാണ്, പരീക്ഷയ്ക്ക് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ഡയമെൻഷൻ കൂടിയാണ് gravitational constant. F is equal to Gm1 m2 by r square എന്ന് പറയുന്ന ന്യൂട്ടന്റെ ഫേമസ് ഇക്വേഷനിൽ G എന്ന് പറയുന്ന ആളെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കണം. G is equal to F into r square divided by m1 m2. What is the dimension of force? M L T raised to minus 2. ബ്രാക്കറ്റ് എഴുതാൻ സ്ഥലമില്ല, തൽക്കാലം അത് ഞാൻ ഒഴിവാക്കണം. Into r square, that is L square divided by m1 into m2. m1 എന്ന് പറഞ്ഞാൽ മാസ് ആണ്, അപ്പൊ ഡയമെൻഷൻ m. അഗൈൻ m2 വേറൊരു മാസ് ആണ്, ഡയമെൻഷൻ അഗൈൻ m. സോ യു ഗെറ്റ് 1m ഗെറ്റ് ക്യാൻസൽ, അങ്ങനെ തന്നെ പറയാം. അടുത്ത m മുകളിലേക്ക് വന്നു. അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഡയമെൻഷൻ പ്ലസ് പവർ ഉള്ള ആള് മുകളിലേക്ക് വരുമ്പോ മൈനസ് പവർ, m ഘാതം മൈനസ് 1. L square. So it is L ഘാതം 3 L cube T ഘാതം minus 2 square bracket. So this is the dimension of gravitational constant. ശ്രദ്ധിക്കുക, important ആണ് അയാൾ. M raised to minus 1 L cube T raised to minus 2. This is the dimension of gravitational constant. Next physical quantity is taken as gravitational intensity. Intensity of gravitational field. Force by mass. Dimension of force is M L T raised to minus 2 divided by mass. Dimension is capital M. You get M get cancel. The resultant dimension is L T raised to minus 2. L T raised to minus 2. Remember that dimension. Gravitational potential. Next one. Energy by mass. What is the dimension of energy? Dimension of energy is M L square T raised to minus 2 divided by
This is inside square bracket. ml square t raised to minus 2 divided by mass. Dimension is capital M. I'm going to cancel. Gravitational potential possess the dimension L square t raised to minus 2. Next one is surface tension. Force by length. Dimension of force is ml t raised to minus 2 divided by length L. L get to cancel. You get m t raised to minus 2 inside square bracket. Next one is surface energy. Energy divided by area is the equation. Energy dimension is ml square t raised to minus 2 divided by area L square. That is equal to 1 at L square get cancel. Again you get m t raised to minus 2 inside square bracket. Next is coefficient of viscosity. ശ്രദ്ധിച്ചോളയാളെ ഇടയ്ക്ക് ചോദിക്കുന്ന വേറൊരു ഡയമെൻഷനാണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഈറ്റ എന്ന സിമ്പൽ ആണ് അതിന് കൊടുക്കാറ്. ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റു ഡി എക്സ് ബൈ ഡി വി ആണ്. dx a small change in distance, dv a small change in velocity. എന്താണെന്നുള്ളത് ടോപ്പിക്കിൽ നമുക്ക് കൃത്യമായി നോക്കാം. So you get the dimension m L t raised to minus 2 divided by area dimension is L square into dx changing length, changing distance. Anywhere it is a distance, it is a length, so dimension is L divided by dv changing velocity, it is a velocity, so it is L t raised to minus 1. L get to cancel. Here 1 L get to cancel. Rearranging all other terms you get. അടുത്ത physical quantity നോക്കുക. Force constant. Force by length. Force by length. F by L. Dimension of force is m L t raised to minus 2 divided by dimension of length L. L get to cancel. You get m t raised to minus 2. This is the dimensional formula of force constant. Next one is energy density. Energy per volume. Energy divided by volume. Dimension of energy is m L square t raised to minus 2 divided by volume. It is L cube. L square and L square get to cancel. 1 L remains there. It goes to numerator. You get m plus power become minus L raised to minus 1 t raised to minus 2. This is the dimensional formula of energy density. Next one is latent heat. Heat energy by mass. Anything, any energy, it is written as dimensionally m L square t raised to minus 2 divided by mass capital M. M get to cancel. You get L square t raised to minus 2. This is the dimensional formula of latent heat. Next one is specific heat. Heat energy divided by mass into temperature. You get heat energy m L square t raised to minus 2 divided by mass is represented by m and temperature. What is the dimension of temperature? It is K. M get to cancel. And K goes to numerator. The remaining equation becomes L square t raised to minus 2 K raised to minus 1. This is the dimensional formula of specific heat capacity. This is the important one. Specific. അടുത്തതായി ഞാൻ അസൈൻമെന്റ് ആയിട്ട് തന്നിരിക്കുന്ന 3 ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻ കണ്ടെത്തേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ആള് ചാർജ് ആയിരുന്നു. ചാർജിന്റെ സിമ്പൽ Q എന്നാണ് കേട്ടോ. ഇവിടെ വരേണ്ടത് Q ഈക്വൽ ടു എന്നുള്ള അർത്ഥത്തിലാണ്. ചാർജിന്റെ ഇക്വേഷൻ കറന്റ് ഇൻറ്റു ടൈം. കറന്റിന്റെ സിമ്പൽ I ആണ്, ടൈമിന്റെ സിമ്പൽ T ആണ്. ഇതിന്റെ ഡയമെൻഷൻ നോക്കാം നമുക്ക്. കറന്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ പെട്ടതാണ്. ഡയമെൻഷൻ ക്യാപിറ്റൽ A ആണ്. സെക്കൻഡ് ഇയർ എത്തുമ്പോൾ നിങ്ങൾ പരിചയപ്പെടേണ്ട പ്രധാനിയാണ് ഒരാൾ. Into time, that is capital T. So it is AT. അല്ലെങ്കിൽ ടി എന്ന് എഴുതാം. AT is the dimension of
ചാർജ് Q. ശ്രദ്ധിക്കുക. Then electric potential, work by charge, work done by charge. Symbol പ്രകാരം electric potential V സമം W by Q. You can write work done. Dimension is M L square T raised to minus 2 divided by charge AT. വെട്ടാൻ പറ്റുമോ? പറ്റുന്ന ഓട്ടത്തിൽ വെട്ടാന്നൊക്കെ തോന്നൂട്ടാ. പവറുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ടി ഘാതം -2 ആണ് ഇവിടെ, ടി ഘാതം +1. വെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നോർമൽ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യേണ്ടി വരും. സോ ഇറ്റ് ഈസ് M L square T raised to minus 2. അതേപോലെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഡിനോമിനേറ്ററിലുള്ള A മുകളിലേക്ക് വരുമ്പോ ന്യൂമറേറ്ററിലേക്ക് വരുമ്പോ A ഘാതം -1. T ന്യൂമറേറ്ററിലേക്ക് വരുമ്പോ T ഘാതം -1. So I can write it is M L square T ഘാതം -2 into T ഘാതം -1. -2 കൂട്ടണം -1 -3 into A raised to -1. This is the dimension formula of electrostatic potential, electric potential. Then last physical quantity is resistance. R is equal to V by I. Electric potential by current I. Potential ഇവിടെ കിടക്കുന്നു, current A ആണ്. So you can write resistance R is equal to M. Dimension formula of potential M L square T raised to -3 A raised to -1 divided by dimension of current I, that is capital A. വെട്ടാവോ? വെട്ടാൻ പറ്റില്ല. A ഘാതം -1 Aയുമാണ്. അപ്പൊ ഈ ഡിനോമിനേറ്ററിലുള്ള A നമുക്ക് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം. So it can be written as M L square T raised to -3 A raised to -1 into again A raised to -1. കാരണം ഇയാളുടെ പവർ +1 ആണ്. മേലേക്ക് പോയപ്പോ എന്തായി? -1 -1 ചേർത്ത് എഴുതാലോ. So you get dimension M L square T raised to -3 A raised to -2, which is the dimension of resistance. Okay അല്ലോ. ഇപ്പോ ഞാൻ തന്ന നോട്ടിലെ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷനായി, അസൈൻമെന്റിന്റെ ഡയമെൻഷനായി. ഈ ഡയമെൻഷനുകളെല്ലാം നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്.